മലയോര ജനതയെ വേട്ടയാടുന്ന മനുഷ്യമൃഗങ്ങളായി ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ മാറിയിരിക്കുകയാണ് എന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. മലപ്പുറത്ത് ഷോക്കേറ്റ് മരിച്ച അനന്തുവിന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയ ശേഷം ജനം ടിവിയോട് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. നിലമ്പൂരിൽ അനധികൃതമായി വൈദ്യുതി കെണിവെച്ച് അതിൽ കുരുങ്ങിയ അനന്തുവിന്റെ വീട്ടിലേക്ക് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ എത്തിയിരിക്കുകയാണ്. എന്താണ് ഈ സംഭവത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്? മലയോര കർഷകരുടെ ജീവിതത്തിൻ്റെ നേർചിത്രമാണ് ഇവിടെ കാണാൻ സാധിച്ചത്. വളരെ ദുഃഖകരമാണ്. ഇനി ഇത് ആവർത്തിക്കില്ലാത്ത രീതിയിലുള്ള നടപടി കുറ്റക്കാർക്കെതിരെ സ്വീകരിക്കണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് സംസ്ഥാന സർക്കാരിനോട്. പ്രദേശത്ത് തന്നെ ഒരു 3 മാസം മുൻപ് സമാന രീതിയിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്നിട്ടും കൃത്യമായ നടപടികൾ എടുക്കാത്തതല്ലേ? നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. കാരണം മലയോര ജനതയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം എത്രമാത്രം ദുരിതപൂർണമാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു സംഭവമാണിത്. എല്ലാവരും ദുഃഖിക്കുന്നുണ്ട്. ഇവിടെ വന്ന സമയത്ത് ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ ദുഃഖിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി ശക്തമായിട്ടുള്ള നടപടികൾ എടുക്കുകയാണ് വേണ്ടത് എല്ലാ രീതിയിലും. അപ്പോൾ ഈ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുന്നതോടൊപ്പം തന്നെ വന്യജീവി ആക്രമണം തടയുന്നതിന് വേണ്ടിയുള്ള ഫലവത്തായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. അതാണ് പറയാനുള്ളത്. ഈ മന്ത്രി എ കെ ശശീന്ദ്രനാണെങ്കിലും അല്ലെങ്കിൽ ഇവിടെ സന്ദർശിച്ച MP ഗോവിന്ദനാണെങ്കിലൊക്കെ പറയുന്നത് ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്, സർക്കാരിൻ്റെ വീഴ്ചയോ മറ്റോ ഒന്നുമല്ല ഇതിൽ. പ്രത്യേകിച്ച് ഈ വ്യക്തി ഒരു കോൺഗ്രസ്സുകാരനാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയപരമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ബോധപൂർവം സൃഷ്ടിച്ചതാണോ ഈ സംഭവം എന്നൊക്കെ സംശയമുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അല്ല, അവർ പറയുന്നതിൻ്റെ എന്താണ് കാര്യമെന്ന് അവർക്കേ അറിയത്തുള്ളൂ. പക്ഷെ അതിൽ നിന്ന് ഞാൻ എത്തിച്ചേർന്ന ഒരു നിഗമനം, ഇവിടെ മലയോര ജനതയെ മൃഗങ്ങൾ മാത്രമല്ല ആക്രമിക്കുന്നത്, മനുഷ്യമൃഗങ്ങളും ആക്രമിക്കുന്നു. അല്ലെങ്കിൽ ഇവിടുത്തെ ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ആ വിശാല സഖ്യത്തിലെ മനുഷ്യമൃഗങ്ങൾ ഇതിൻ്റെ പിന്നിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അവരുടെ പ്രസ്താവനയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നതാണ്. അങ്ങനെയുള്ള മനുഷ്യമൃഗങ്ങളായിട്ടുള്ള നേതാക്കന്മാരുണ്ടെങ്കിൽ അവർ പിന്മാറിയില്ലെങ്കിൽ ജനങ്ങൾ നേരിടും. ഭാരതീയ ജനതാ പാർട്ടി അതിൻ്റെ മുന്നിലുണ്ടാകും എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഉദാഹരണ സംഭവത്തിൽ പോലും രാഷ്ട്രീയം കളിച്ചുകൊണ്ട് മുതലെടുപ്പ് നടത്തുകയാണ് ഈ UDF-ഉം LDF എന്നുള്ളത് തന്നെയാണല്ലേ അത്? അല്ല, ഞാൻ പറഞ്ഞില്ല, അവരുടെ പ്രസ്താവനകളെ ഞാൻ കണ്ടുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്നത് നേതാക്കന്മാർ അഖിലേന്ത്യാ തലത്തിൽ മുന്നണി എന്ന് പറയുന്ന മോഡിയെ നേരിടുന്നവരുടെ നേതാക്കന്മാർ അത് ഏത് ഇടതിൻ്റെയാണോ വലതിൻ്റെയാണോ റിയൽ ഇന്ത്യ എന്ന് എനിക്കറിയില്ല. അവർ മനുഷ്യമൃഗങ്ങളായിട്ട് മാറുന്നു ഈ പ്രദേശങ്ങളിൽ. അത് നിർത്തിയില്ല എങ്കിൽ ശക്തമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കും. അത് അവസാനിപ്പിക്കുമെന്ന് BJP പറഞ്ഞിട്ടുള്ളതെല്ലാം ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലും അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇത് അവസാനിപ്പിക്കാനുള്ള കരുത്തും അതുപോലെ തന്നെ ആത്മവിശ്വാസവും ഞങ്ങൾക്കുണ്ട്. അത് ഈ മുന്നണികളോട് ആവശ്യപ്പെടാനുള്ളതാണ്. അവരുടെ നേതൃത്വത്തിൽ മനുഷ്യമൃഗങ്ങളുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ ഒഴിവാക്കും. അതുതന്നെയാണ്. ഏതായാലും വന്യമൃഗങ്ങൾ മാത്രമല്ല മനുഷ്യമൃഗങ്ങൾ കൂടെ സാധാരണക്കാരായ മലയോര ജനതയെ ആക്രമിക്കുന്ന ഒരു സ്ഥിതിയാണ്. അതിൽ ഈ ഇടത് വലത് മുന്നണികൾ ഈ അനന്തുവിൻ്റെ മരണത്തിൽ പോലും രാഷ്ട്രീയം കളിക്കുന്നതിനെ കൂടെയാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വിമർശിക്കുന്നത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, നിലമ്പൂർ.